അതെ ശ്രീകുമാറെ, ശ്രദ്ധിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും. സമീപകാലത്ത് ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ രൂപീകരിക്കപ്പെടുകയും അവരുടെ ഇടയിൽ ചിട്ടയായിട്ട് പ്രവർത്തനം കാഴ്ചവെച്ച് വളർന്നു വരികയും ചെയ്യുന്ന ഒരു സംഘടനയാണ് കാസ. അപ്പോൾ ഈ കാസയുടെ ഈ രൂപീകരണവും വളർച്ചയും നമ്മുടെ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ വലിയൊരു അകൽച്ചയ്ക്ക് കാരണമായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ജയമോഹൻ പറഞ്ഞത് 100% ശരിയാണ്. ഈ കാസയുടെ പ്രവർത്തനം, കാസയുടെ സൃഷ്ടിയും അതിൻ്റെ പ്രവർത്തനമെല്ലാം ഒരു മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗീയത കേരളത്തിൽ ഉണ്ടാക്കാൻ വളരെയധികം സഹായകരമായിട്ടുണ്ട്. ഈ അടുത്ത കാലത്താണ് കാസ എന്നുള്ള സംഘടന ക്രൈസ്തവർക്കിടയിൽ രൂപീകരിക്കപ്പെട്ടത്. അവർ കൃത്യമായ ഒരു മുസ്ലിം വിരോധം മുൻനിർത്തിയുള്ള പ്രസ്താവനകളിലൂടെയും നീക്കങ്ങളിലൂടെയും ഒരു ക്രിസ്ത്യൻ മുസ്ലിം ഡിവൈഡ് കേരളത്തിൽ സമീപകാലത്ത് ഉണ്ടാക്കി. അതിലവർ നന്നായിട്ട് വിജയിക്കുകയും ചെയ്തു. BJPയും RSSും എന്താണോ ആഗ്രഹിക്കുന്നത്, അവിടെ BJPയെയും RSSനെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അധികാരത്തിൻ്റെ അടുത്തെത്തണമെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തിൻ്റെ പിന്തുണ അവർക്ക് ആവശ്യമുണ്ട്. കേരളത്തിൽ ഹിന്ദുക്കൾ കഷ്ടിച്ച് 53% ഉള്ളൂ. ബാക്കി 47% രണ്ട് പ്രബല ന്യൂനപക്ഷങ്ങളാണ്. ഇതിലൊരു ന്യൂനപക്ഷം, ഏതായാലും മുസ്ലിം ന്യൂനപക്ഷത്തെ BJPക്ക് കിട്ടില്ല. അപ്പോൾ ഒരു പ്രബല ന്യൂനപക്ഷത്തെ കൂടെ നിർത്തിയാൽ കേരളത്തിൽ അധികാര സമവാക്യങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും, അല്ലെങ്കിൽ തങ്ങളുടെ അംഗങ്ങളെ നിയമസഭയിൽ എത്തിക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസം BJPയുടെ കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. അവർ ക്രൈസ്തവ സഭകളുമായി ആലോചിച്ചുണ്ടാക്കിയ, അല്ലെങ്കിൽ ക്രൈസ്തവ സഭകളിലെ BJPയെ പിന്തുണയ്ക്കുന്നവരുമായി ആലോചിച്ചുണ്ടാക്കിയ ഒരു സൃഷ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ കാസ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീകുമാർ പറഞ്ഞത് കൃത്യമായിട്ട് BJPയുടെ തന്ത്രമാണ് കാസ ഇവിടെ രൂപീകരിക്കാൻ കാരണം. തീർച്ചയായും BJPയുടെയും RSSൻ്റെയും തന്ത്രം തന്നെയാണ്, അല്ലെങ്കിൽ BJPയുടെയും RSSൻ്റെയും ഉൽപ്പന്നമാണ് യഥാർത്ഥത്തിൽ കാസ എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. കാരണം കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഏതാണ്ട് 30 വർഷം മുമ്പ് വരെ കേരളത്തിൻ്റെ സാമൂഹിക, വിദ്യാഭ്യാസ, സാമ്പത്തിക രംഗങ്ങളിൽ ക്രൈസ്തവ വിഭാഗത്തിനായിരുന്നു മേൽക്കൈ. ഈ വിദ്യാഭ്യാസ, സാമൂഹിക രംഗങ്ങളിൽ, വ്യാവസായിക രംഗങ്ങളിലെല്ലാം ക്രൈസ്തവ സമൂഹത്തിന് 30 വർഷം മുമ്പുണ്ടായിരുന്ന മേൽക്കൈ ഇന്നില്ല. ഇപ്പോൾ ഗൾഫ് ഭൂമിൻ്റെയും മറ്റേൻ്റെ ഇതുമൂലം ഈ മേഖലകളിലേക്ക് മുസ്ലിം സമൂഹം കടന്നു വന്നു. വിദ്യാഭ്യാസ മേഖലകളിലേക്ക് അവർ കടന്നു വന്നു, സാമൂഹ്യ മേഖലകളിലേക്ക് കടന്നു വന്നു, വ്യവസായ മേഖലകളിലേക്കും വലിയ തോതിൽ കടന്നു വരികയും അങ്ങനെ ക്രൈസ്തവ സമൂഹത്തിന് മുൻപ് ഈ മേഖലകളിൽ ഉണ്ടായിരുന്ന ആധിപത്യം മുസ്ലിം വിഭാഗം ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന തുടർന്നാണ് ഒരു അരക്ഷിതത്വ ബോധം അവരുടെ ഇടയിൽ ഉണ്ടായത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു അരക്ഷിതത്വ ബോധം വന്നിട്ടുണ്ട്, അരക്ഷിതാവസ്ഥ ഒരു അവർക്കിടയിൽ തോന്നിയിട്ടുണ്ട്. കാരണം ഈ മുസ്ലിം സമൂഹത്തിൻ്റെ ഈ സാമ്പത്തിക രംഗത്തും സാമൂഹിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമുള്ള വളർച്ച ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ഒരു അരക്ഷിതത്വ ബോധം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു ഭയം പോലെ, അല്ലെങ്കിൽ ഒരു ഇച്ഛാഭംഗമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് കൃത്യമായിട്ട് ഈ RSSും BJPയും മുതലെടുത്തു. അങ്ങനെ അവർ RSSൻ്റെ BJP ലക്ഷ്യം കേരളത്തിൽ ഭരണം പിടിക്കണമെങ്കിൽ, ഭരണത്തിനടുത്തെത്തണമെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങൾ തങ്ങളുടെ ഒപ്പം നിൽക്കണം. അപ്പോൾ അതിന് പറ്റിയത് ക്രൈസ്തവരാണെന്നും വളർന്നു വരുന്ന മുസ്ലിം ആധിപത്യം, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഉണ്ടാകുന്ന അപ്രമാദിത്വം കേരളീയ സമൂഹത്തിൽ അതവർ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയതാണ്. ഗൾഫിൽ പോയി പണിയെടുത്ത് കഷ്ടപ്പെട്ട് ആ പണം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് അവർ നേടിയെടുത്തത്. അല്ലാണ്ട് അവർ ഒരു രാത്രി കൊണ്ട് ഉണ്ടാക്കിയെടുത്തതല്ല അത്. പക്ഷേ അങ്ങനെ ആ ആധിപത്യം, ആ ഒരു അപ്പർ ഹാൻഡ് കേരളീയ സമൂഹത്തിൽ മുസ്ലിം വിഭാഗത്തിന് ലഭിക്കുന്നു എന്നറിഞ്ഞതുകൂടി തന്നെ ആശങ്കാകുലരായ ക്രൈസ്തവ സമൂഹത്തെ കൃത്യമായി മാനിപ്പുലേറ്റ് ചെയ്യാൻ ഈ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിനും RSSനും കഴിഞ്ഞു. അങ്ങനെയാണ് കാസ എന്നുള്ള സംഘടന രൂപീകരിക്കുകയും അവർ നിരന്തരം ഈ മുസ്ലിങ്ങൾക്കെതിരെയും മറ്റും വർഗീയ വിദ്വേഷം പലർത്തുന്ന പ്രചരണങ്ങളും വാട്സാപ്പ് ഗ്രൂപ്പുകളും സാമൂഹ്യ മാധ്യമ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കി വലിയ പ്രചരണം നടത്തുകയും അതിലവർ പരിധിവരെ വിജയിക്കുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ ഒരു കേരളത്തിൽ ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഒരു റിഫ്റ്റ്, ഒരു വിടവ് ശക്തിയായിട്ടുണ്ട്. അതിൽ പ്രധാന പങ്ക് വഹിച്ചത് കാസ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ കാസ യഥാർത്ഥത്തിൽ RSSൻ്റെയും BJPയുടെയും ഉൽപ്പന്നം തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ വരും തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ അങ്ങോട്ട് BJPയുടെ ഒരു വളർച്ചയ്ക്ക്, വിജയത്തിന് കാസ ഒരു കാരണമാകുന്നുള്ളതാണ്. വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ക്രൈസ്തവ ഗ്രൂപ്പുകളുടെ BJP പക്ഷപാതിത്വം പലപ്പോഴും അത് BJPക്ക് ഗുണം ചെയ്യാനാണ് സാധ്യത എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെ ഒരു ഗുണം ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പറയുന്ന കാസ പോലുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകൾ, അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളും സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളും ഈ UDF അധികാരത്തിൽ വന്നാൽ അത് ഭരണം മുസ്ലിം ലീഗിൻ്റെ കയ്യിലായിരിക്കുമെന്നും, പിന്നെ മുസ്ലിം ലീഗാണ് ഇവിടെ കേരളം ഭരിക്കുക എന്നും, അതുകൊണ്ട് ലീഗിനെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ UDFനെ വിജയിപ്പിക്കരുതെന്നുമുള്ള അത്തരത്തിലുള്ള പ്രചരണങ്ങൾ ശക്തിയായിട്ട് ഈ കാസ ഗ്രൂപ്പിൽ നടക്കുന്നുണ്ട്. ഒരു വിഭാഗം ക്രൈസ്തവർ അതിന് വശംവദരാവുകയും
ആ ഒരു പ്രചരണങ്ങൾക്ക് വശംഭദ്രാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ബി ജെ പിക്ക് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിലും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഈ കാസയുടെ പ്രചരണം ക്രൈസ്തവ മേഖലകളിൽ വളരെയേറെ ഗുണം ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ കാസയൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് തന്നെ ഈ അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ അരക്ഷിതത്വ ബോധം ക്രൈസ്തവ സമൂഹത്തിൽ നിരന്തരം വളർത്തുക എന്നുള്ള ഉദ്ദേശമാണ് കാസയൊക്കെ വളർച്ചയ്ക്ക് പിന്നിലുള്ളത്. അങ്ങനെ അവരുടെ പെർമനൻ്റ് ആയിട്ടുള്ള പരിപൂർണമായിട്ടൊരു മുസ്ലിം വിരുദ്ധ വിഭാഗമാക്കി കേരളത്തെ ക്രൈസ്തവരെ മാറ്റുക, അതോടുകൂടി UDFൻ്റെയും കോൺഗ്രസിൻ്റെയും നട്ടല് തകർക്കുക എന്നുള്ള തന്ത്രം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ കാസയുടെ രൂപീകരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളത് തന്നെ. അപ്പം അങ്ങനെ വരുമ്പോൾ കേരള കോൺഗ്രസ് എന്നൊരു പാർട്ടി പല വിഭാഗങ്ങളാണെങ്കിൽ പോലും അവർക്ക് ഒരു പേടി സ്വപ്നമാണ് കാസ. അതെ, കേരള കോൺഗ്രസുകളുടെ രാഷ്ട്രീയ പ്രസക്തി അതോടെ ഇല്ലാതാവും. കാരണം ഈ ക്രൈസ്തവ സമൂഹത്തിന് BJPയോട് താല്പര്യം തോന്നി തുടങ്ങിയാൽ പിന്നെ ഈ കേരള കോൺഗ്രസുകൾക്ക് യാതൊരു രാഷ്ട്രീയ പ്രസക്തിയില്ല. അല്ലെങ്കിൽ തന്നെ വരുന്ന 10 വർഷത്തിനുള്ളിൽ കേരള കോൺഗ്രസുകൾക്ക് രാഷ്ട്രീയ പ്രസക്തി നഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം വെച്ചാൽ ഒന്നാമത് കേരള കോൺഗ്രസുകളിലെ പ്രഗത്ഭരായ നേതാക്കളെല്ലാം അസ്തമിച്ചു കഴിഞ്ഞു. KM മാണി മരിച്ചുപോയി, TM ജേക്കബ് മരിച്ചു, PJ ജോസഫ് മറ്റേ അണിയറയിലേക്ക് മാറി അദ്ദേഹത്തിൻ്റെ മകനെ ഏൽപ്പിച്ചു. ഇപ്പോൾ മക്കൾ രാഷ്ട്രീയമാണ് ഈ കേരള കോൺഗ്രസിൽ. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിൽ ഇനി അണികളില്ല. കാരണം ക്രൈസ്തവ വിഭാഗങ്ങളിൽപ്പെട്ടവരൊക്കെ ചെറുപ്പക്കാരൊക്കെ പലരും വിദേശത്തേക്ക് പോയി, പല വീട്ടിലും ചെറുപ്പക്കാരില്ല, വയസ്സായ ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ കേരള കോൺഗ്രസുകളുടെ പ്രസക്തിയൊക്കെ ഇനി വളരെ ചോദ്യചിഹ്നമാണ്. വരുന്ന 10 വർഷത്തിനുള്ളിൽ കേരള കോൺഗ്രസ് എന്നുള്ള പാർട്ടി കേരളത്തിൽ അസ്തമിക്കാനാണ് സാധ്യത കൂടുതലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ BJP രക്ഷപ്പെടുന്നുണ്ട്. ഈ കേരള കോൺഗ്രസുകൾ ഇല്ലാതാകുന്ന വിടവിൽ ഒരു ക്രൈസ്തവരെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയായി BJP മാറിക്കഴിഞ്ഞാൽ കേരളത്തിൽ BJPക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നും അതിൻ്റെയൊക്കെ ആദ്യത്തെ ടെസ്റ്റ് ഡോസാണ് ഈ കാസ പോലുള്ള കാര്യങ്ങളൊക്കെ. കാരണം കേരള കോൺഗ്രസുകൾ ഇല്ലാതാകുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം. ഇപ്പോൾ തന്നെ BJPയുടെ പല നേതാക്കളും പഴയ കേരള കോൺഗ്രസ് നേതാക്കളാണ്. മാത്യു സ്റ്റീഫനെ പോലുള്ള ആൾക്കാർ, വിക്ടർ T. തോമസിനെ പോലുള്ള ആൾക്കാരൊക്കെ ഈ BJPയുടെ ദേശീയ സമിതി അംഗങ്ങളൊക്കെയാണ്. ഇപ്പോൾ തന്നെ പഴയ കേരള കോൺഗ്രസ് നേതാക്കൾ പലരും BJPയിലേക്ക് ചേക്കേറി കഴിഞ്ഞു. ഇനിയും കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ഉണ്ടാകുന്നതായിട്ടൊരു സംശയമില്ല. അങ്ങനെ BJPയിലേക്ക് കേരള കോൺഗ്രസ് നേതാക്കൾ ചേക്കേറാനുള്ള ഒരു പാത കൂടി കാസ പോലുള്ള സംഘടനകൾ തുറക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോഴും നമ്മുടെ സമൂഹവും കേരളീയ സമൂഹവും മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഈ കാസ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കാരണമായിട്ടില്ലേ? അവരുടെ പെരുമാറ്റങ്ങളും മറ്റ് പ്രവൃത്തികളും എല്ലാം അതൊരു പോയിന്റ് ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഈ BJPയും അല്പം ക്രൈസ്തവ സംഘടനകൾ തന്നെ പറയുന്ന പോലെ രണ്ട് മുന്നണികളും ഭീകരമായ രീതിയിൽ മുസ്ലിം പ്രീണനം നടത്തിയെന്നാണ് പറയുന്നത്. ഈ മുസ്ലിം പ്രീണനമാണ് യഥാർത്ഥത്തിൽ ഇടത് വലത് മുന്നണികളുടെ മുസ്ലിം പ്രീണനമാണ് യഥാർത്ഥത്തിൽ BJPക്ക് ഇവിടെ സ്പേസ് ഉണ്ടാക്കി കൊടുത്തതെന്നാണ് പല കത്തോലിക്ക സഭയുടെയും ക്രൈസ്തവ സഭയുടെയും മേലധ്യക്ഷന്മാർ നമ്മളോട് പറയാറുള്ളത്. കാരണം വെച്ചാൽ മുസ്ലിം ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മുസ്ലിം മാത്രമാണെന്നുള്ള രീതിയിൽ UDF LDFും അവരെ പരിഗണിച്ചു. അങ്ങനെ ക്രൈസ്തവർ അവഗണിക്കപ്പെട്ടു. ക്രൈസ്തവർ വോട്ട് ബാങ്ക് അല്ലാത്ത അവസ്ഥയിലേക്ക് വന്നുകൊണ്ട് അവർ അവഗണിക്കപ്പെട്ടു. അപ്പോൾ ഒരു മുസ്ലിം പ്രീണനം മാത്രമാണ് ഇപ്പോൾ CPM ഒക്കെ ആയാലും പരസ്യമായി നമ്മുടെ ഗാസയിലും ഇസ്രയേലൊക്കെ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ ആയാലും പരസ്യമായിട്ട് മുസ്ലിം പ്രീണനം നടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ പലപ്പോഴും ക്രൈസ്തവർ അവഗണിക്കപ്പെട്ടു എന്നുള്ള തോന്നല. അതിൽ UDF LDFും ഒരേപോലെ ഉത്തരവാദികളെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ആ ഒരു മുസ്ലിം പ്രീണനം എന്ന് ആക്ഷേപിക്കപ്പെടുന്ന ഒരു കാര്യം ഈ രണ്ട് മുന്നണികളും കൈക്കൊണ്ടു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കാസ പോലുള്ള സംഘടന ക്രിസ്തീയ സമൂഹത്തിൽ വേരുപടർത്താൻ കാരണമെന്നും തങ്ങൾ അവഗണിക്കപ്പെട്ടു എന്നുള്ള തോന്നൽ അവർക്ക് ഉണ്ടായി എന്നാണ് ക്രൈസ്തവ മതം മേലധ്യക്ഷന്മാർ പലരും പറയുന്നത്. അതിലൊരു സത്യമുണ്ട്. ഏതായാലും ഈ രണ്ട് മുന്നണികളുടെയും മുസ്ലിം പ്രീണനം അല്ലെങ്കിൽ മുസ്ലിം പ്രീണനം എന്ന് പറയപ്പെടുന്ന ആ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ കാസ പോലുള്ള ഒരു സംഘടനയ്ക്ക് വളരാൻ വളരെയേറെ സഹായകമായി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ വരും കാലങ്ങളിൽ കാസ മുഖാന്തരം BJPക്ക് ഇവിടെ നല്ലൊരു വളർച്ചയും വിജയവും ഉണ്ടാകുമെന്നാണ് ശ്രീകുമാർ പറഞ്ഞു വരുന്നത്. കാസ മൂലം ക്രൈസ്തവ സമൂഹത്തിനിടയിൽ BJPക്ക് പിന്തുണ വർദ്ധിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും അതിനു മുമ്പ് നടക്കുന്ന നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല. കാസ എന്ന് പറയുന്നത് കൃത്യമായി സാമൂഹിക മാധ്യമങ്ങളിൽ വർക്ക് ചെയ്യുന്ന കാര്യമാണ്. ഓരോ പള്ളികളിലെയും വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് കാസ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. കാസ തന്നെയാണ് പല പള്ളികളിലെയും വാട്സാപ്പ് ഗ്രൂപ്പുകൾ നിയന്ത്രിക്കുന്നതെന്ന് പോലും ആരോപണമുണ്ട്. അതുകൊണ്ട് അതല്ല ഈ വാട്സാപ്പ് കുടുംബാംഗങ്ങൾ ഉൾപ്പെടുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകളിലാണ് ഈ വോട്ടിൻ്റെ കാര്യമൊക്കെ വരുന്നത്. അപ്പോൾ വോട്ട് ചെയ്യുന്ന അവസരങ്ങളിലൊക്കെ ഈ കാസയുടെ പ്രചരണമൊക്കെ വളരെയധികം സ്വാധീനിക്കും. അങ്ങനെ വരുമ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ഒരു കാസയുടെ ഇടപെടൽ BJPക്ക് ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള വോട്ടുകളിൽ വർധന ഉണ്ടാക്കാൻ അവരെ സഹായിക്കും. അങ്ങനെ ക്രൈസ്തവ മേഖലകളിൽ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഒക്കെ BJP സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരുന്ന ഒരു അവസരം ഉണ്ടാകുകയും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്താൽ ഈ പറയുന്ന പോലെ ഒരു BJPക്ക് ക്രൈസ്തവ പിന്തുണ ലഭിക്കുന്ന അന്തരീക്ഷം ഉണ്ടായാൽ അത് വലിയ രാഷ്ട്രീയ നേട്ടമായിരിക്കും BJPക്ക് കേരളത്തിൽ ഉണ്ടാക്കുക. അതിന് കാസ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ടെന്നുള്ളതും യാഥാർത്ഥ്യമാണ്.